ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. ഞങ്ങളിന്ന് പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് പോകുന്നത് മൊഹറക്കിലുള്ള ഒരു പേളിം പാത്ത് എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ്. കാണാം അവിടുത്തെ കാഴ്ചകൾ. ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്കിൻ്റെ പകുതിയോളമായി. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ളൊരു സ്പോട്ടാണിത്. എന്നിട്ട് പോലും ഞങ്ങൾ ഈ മ്യൂസിയത്തിൽ ഇതുവരെ കയറിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു മ്യൂസിയം ആണെന്നും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ പോകുമ്പോഴും ഞങ്ങൾ അവിടെ കയറണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല ഞങ്ങൾ പോകണത്. ഞങ്ങൾ സൂക്കിക്കൂടെ ജസ്റ്റ് ഒന്ന് ടൈം പാസിനൊന്ന് നടന്നിട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കണത് കണ്ടത്. അപ്പോൾ ആ സെക്യൂരിറ്റിയോട് വെറുതെ ഒന്ന് ചോദിച്ചതാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാണാൻ പറ്റുമോ എന്നുള്ള വിവരം ഞങ്ങളൊന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്താ കുഴപ്പമില്ല, കയറി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇത് കണ്ടില്ല, ഞങ്ങൾ മൊഹറക്ക് ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. ഇതൊരു മ്യൂസിയമാണ്. പേളിം പാത്ത് മ്യൂസിയം എന്നാണ് ഇതിന് പറയുക. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടിയാണ് കേട്ടോ. ഇത് ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്കും റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിരിക്കും. പിന്നെ ഇവിടെ എൻട്രി ഫീസോ ടിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ എൻട്രി ആണ്. പിന്നെ ചൊവ്വാഴ്ചകളിൽ ഇവിടെ മുടക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ആദ്യമായിട്ട് ഇവിടെ ഒരു സൈഡ് ഭാഗത്തായിട്ട് 2 വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഇവിടെ ചില പരിപാടികളൊക്കെ വെക്കാറുണ്ട്. ഈ മൊഹറക്ക് നൈറ്റ്, നാഷണൽ ഡേ എന്നീ സ്പെഷ്യൽ ഡേയ്സൊക്കെ വരുമ്പോൾ സെലിബ്രേഷൻസും എക്സിബിഷൻ സെൻറ്ററൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ വെക്കാറുണ്ട്. ആ സമയങ്ങൾ ആളുകളെ ഇവിടെ എത്തിക്കാനും ഇവിടുന്ന് അവരുടെ സ്ഥലത്തേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. പിന്നീട് അത് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ നടന്നു. അവിടെ നല്ലൊരു സിറ്റിംഗ് പ്ലേസ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് റിലാക്സ് ചെയ്തു. ആദ്യകാലങ്ങളിലെ ബഹ്റിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ മ്യൂസിയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബഹ്റിനിലെ എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ അറബികളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കടലിലെ ഈ മുത്ത് വാരി അത് വിപണനം ചെയ്യുക എന്നതായിരുന്നു. ഈ മുത്ത് ശേഖരിക്കുന്നതും വിപണനം ചെയ്യുന്നതിനും എല്ലാം കൂടി പറയുന്ന പേരാണ് ഈ പേളിം പാത്ത് എന്നുള്ളത്. ആ കാലഘട്ടത്തിലെ അവശേഷിപ്പുകളാണ് ഈ മ്യൂസിയത്തിലൂടെ അവരെ ഇപ്പോഴും സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ പേളിം പാത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഒരു എക്സിബിഷൻ സ്പേസ് ആണത്. ഒരു മുറിയുടെ ഉള്ളിൽ വേറൊരു മുറി, അങ്ങനെയാണ് അവർ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു എക്സിബിഷൻ സ്പേസ് എന്നാണ് അതിന് ബോർഡ് വെച്ചിരിക്കുന്നത്. അത് ഓപ്പൺ ആക്കിയാൽ ഇങ്ങനൊരു സ്പേസ് കാണാം. ബഹ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കാണിക്കുന്ന ഡയഗ്രാംസ് ആണ് ഇവയെല്ലാം. നമ്മുടെ ആദ്യകാലം മുതലേ ഇന്നേക്ക് വരയ്ക്കും നമ്മുടെ ബഹ്റിൻ എത്രത്തോളം ഡെവലപ്മെൻ്റ് ആയി എന്നുള്ള കാര്യം നമുക്ക് ഈ ഡയഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെയുള്ളത് പേളിം പാത്തിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇവർ ഈ ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഇമേജസ് ഒരു ലേസറിങ് സിസ്റ്റത്തിലൂടെയാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. ഈ ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു ലേസറിങ് സിസ്റ്റം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വഴിയാണ് നമുക്ക് ഈ ഇമേജസും പിന്നെ വീഡിയോസും കാണാൻ സാധിക്കുന്നത്.
ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ പുറമേ ആണെങ്കിൽ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള ഒരുപാട് സീറ്റിങ്ങും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറമേ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കെട്ടിടമാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഭൂവാഹിർ എന്ന കോട്ടയും അതിനോട് ബന്ധപ്പെട്ട ഒരു കെട്ടിടം കൂടിയാണിത്. ഈ കെട്ടിടം മാത്രമല്ല, അതിനോട് സംബന്ധിച്ച് 2 ജലാശയങ്ങളും കൂടി ഇതിൽ പെടുന്നുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. യുനെസ്കോയുടെ പൈതൃക കേന്ദ്രം എന്ന അംഗീകാരം നമ്മുടെ ഈ മ്യൂസിയത്തിന് കിട്ടിയിട്ടുണ്ട്. യുനെസ്കോയുടെ അംഗീകാരം കിട്ടുന്ന 2ാമത്തെ സ്പോട്ടാണിത്. ആദ്യത്തേത് നമ്മുടെ ബഹ്റിൻ ഫോർട്ടാണ് കേട്ടോ. ആ കെട്ടിടവും പിന്നെ അത് കൂടാതെ 2 ജലാശയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിലത്തെ ഒരു ജലാശയമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ജലാശയത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡ് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നടന്ന് കാണാനുണ്ട്. ഏകദേശം ഒരു 3.5 കിലോമീറ്ററോളം വിസ്തൃതിയുള്ളൊരു സ്പേസാണിത്. അത്യാവശ്യം വലിയ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് കേട്ടോ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊക്കെ ഓപ്പൺ ആയിട്ടാണ്. നമ്മൾ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് ഇവർ ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ബിൽഡിങ്, പഴയ ബിൽഡിങ്ങും ജലാശയങ്ങളൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് കിട്ടിയിട്ട് വേണം അവർക്കത് സംരക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ മുകൾ ഭാഗമൊക്കെ ഓപ്പൺ ആയിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഓപ്പൺ എയറിൽ നമുക്ക് ഒരു ഓപ്പൺ സ്പേസിൽ നമ്മൾ ഇരുന്ന് സമയം ചിലവഴിക്കുന്ന ഒരു ഫീലേ നമുക്ക് കിട്ടുള്ളൂ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടോ. അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫ്രീ ആയിട്ട് നമുക്ക് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാടിൻ്റെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ല കാര്യമല്ലേ. അങ്ങനെ ബഹ്റിനിലുള്ളവർ ബഹ്റിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാറ്റിനുമുള്ള എക്സ്പ്ലനേഷൻസും ഇവിടെയുണ്ട്. പഴയ കെട്ടിടമായാലും പേളിംഗ് പാത്തിനെ സംബന്ധിച്ചിട്ടുള്ളതായാലും എല്ലാ വിധത്തിലും അവർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബഹ്റിനുള്ളവർ ഈ സ്ഥലം വിസിറ്റ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മ്യൂസിയം. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഒരു ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. കുറച്ച് നേരം നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ ഈ സ്ഥലം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ നേരെ കാണുന്ന കാഴ്ച നമ്മുടെ മൊഹർക്ക് ബസ് സ്റ്റേഷനാണ്. ആ ബസ് സ്റ്റേഷനിൽ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അവിടെ ചിലവഴിച്ചു കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പേളിംഗ് പാത്തിനെ സംബന്ധിച്ച് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തെടുത്ത കുറച്ച് വിവരങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെച്ചത്. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. ബൈ.